നിർത്തി, അത് വേണ്ട എന്ന്. സുബ്ഹാനല്ലാഹ്, അതൊരു സ്നേഹപ്രകടനമാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, ഹബീബായ നബി തങ്ങളെ ഒരു വിരുന്നിന് വിളിച്ചപ്പോഴേ ആ ഭക്ഷണം കൊടുത്ത ആള് നബി തങ്ങൾക്കുണ്ടാക്കിയ ഭക്ഷണത്തിൽ മാംസത്തിൻ്റെ കൂടെ യഖ്തീൻ എന്ന് പറഞ്ഞാൽ മത്തൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കതുവരെ മത്തൻ ഇഷ്ടമല്ല. പംകിൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന പംകിൻ, മത്തൻ, യഖ്തീൻ. ദുബാ എന്ന് പറയും. ദുബാ ചുരങ്ങക്കും പറയും, മത്തനും, രണ്ടിനും പറയും. യഖ്തീൻ എന്ന് പറഞ്ഞാൽ മത്തനാണ്. അപ്പോൾ മത്തൻ ആ കറിയിലുണ്ട്. പുണ്യനബി കാന യതതബ്ബഹ്, നബി തങ്ങൾ കറിയിൽ നിന്ന് മത്തൻ്റെ കഷ്ണങ്ങൾ എടുത്ത് തിന്നത് കാണുമ്പോൾ ഫമിൻ ഹീനിഹാ അഹ്ബബ്ത് അൽ യഖ്തീൻ, ആ നിമിഷം മുതൽ എനിക്ക് മത്തൻ ഇഷ്ടമായി എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറ. ഇത് സ്നേഹത്തിൻ്റെ വലിയൊരു അടയാളമാണ്. മഹബ്ബത്തു ഫളുൽ, ഈ സ്നേഹം മുഅ്മിനിന് വേണമെന്നാണ് മഹാനായ ഇബ്നു റജബ് തങ്ങൾ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത്. മഹബ്ബത്തു ഫളുലിൻ, ആ സ്നേഹം കൊണ്ടാണ് ഉന്നതങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ആ മഹബ്ബത്ത് കൊണ്ടാണ് ഹബീബുമായി സ്നേഹത്തിൻ്റെ ഒരു പാലം പണിയാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമ്മുടെ കൽബുകളെ തുറന്നു തരട്ടെ. അതിനുള്ളിലേക്ക് ഹബീബിൻ്റെ മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് അള്ളാഹു നിറച്ചു തരട്ടെ. പുണ്യനബി പറഞ്ഞ ആ ഹദീത്ത് നമ്മൾ വ്യാഖ്യാനിച്ച് പൂർത്തിയായില്ല. അള്ളാഹുവിനെ സ്നേഹിക്കണേ, അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ തന്നവനാണ്. എന്നിട്ട് പറഞ്ഞു, വഅഹിബ്ബൂനി ബിഹുബ്ബില്ലാഹ്, നിങ്ങൾ എന്നെ സ്നേഹിക്കണമേ, കാരണം അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണം. പിന്നെ പറഞ്ഞു, അഹിബ്ബൂ അഹ്ല ബൈതി ബിഹുബ്ബി, എൻ്റെ അഹ്ലു ബൈത്തിനെ, തങ്ങന്മാരെ, സയ്യിദന്മാരെ നിങ്ങൾ സ്നേഹിക്കണമേ, കാരണം അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ അഹ്ലു ബൈത്താണ് അവർ. നിങ്ങളവരെ ചേർത്ത് പിടിക്കണം, അവരെ കുറ്റം പറയരുത്, അവരെ അപമാനിക്കരുത്. അഹ്ലു ബൈത്ത് ഞാൻ അവരെ സ്നേഹിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, യാ അബാ ബക്കറിൻ, അബൂബക്കറേ, ഒരു കാലഘട്ടം വരും, അന്ന് ജനങ്ങൾ അങ്ങയെക്കുറിച്ച് പഠിക്കും. അങ്ങ് എന്നോട് കാണിച്ച സ്നേഹം എത്രയായിരുന്നുവെന്ന് അന്നവർ കേൾക്കുമ്പോൾ അവർ എന്നോട് നിങ്ങൾ കാണിച്ച സ്നേഹം കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾ ലോകത്ത് വരുന്നുണ്ട് സിദ്ദീഖേ. അവർ നിങ്ങളെ സ്നേഹിക്കും, നിങ്ങൾ എന്നെ സ്നേഹിച്ചത് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം കൊണ്ട് ഈ ഉമ്മത്തിനെ ബന്ധിപ്പിക്കുകയാണ്. ദീൻ സ്നേഹമാണ്, മഹബ്ബത്താണ്. അള്ളാഹുവിനോട്, അവൻ്റെ റസൂലിനോട്, സ്വാലിഹീങ്ങളോട്, അഹ്ലുൽ ഇൽമിനോട്, ഹബീബിൻ്റെ അഹ്ലു ബൈത്തിനോട്, ഉലമാഇനോട്, മുതഅല്ലിമീങ്ങളോട്, സജ്ജനങ്ങളോട്, ശുഹദാഇനോട്, മുഹ്സിനീങ്ങളോട് തോന്നുന്ന മഹബ്ബത്താണ് ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹമാണ്, ആ സ്നേഹം മുൻനിർത്തിയാണ് പറഞ്ഞത്. അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തഹാബ്ബൂ, ലൻ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ വലൻ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ. നിങ്ങൾ മനസ്സിലാക്കണമേ, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈമാൻ നിർബന്ധമാണ്. അള്ളാഹുവാണ് എൻ്റെ ആരാധ്യൻ, കണ്ണുകളാൽ കാണപ്പെടാത്തവൻ, എന്നാൽ കണ്ണുകളെയും ഈ പ്രപഞ്ചത്തെയും സർവചരാചരങ്ങളെയും പടച്ചവനായ അള്ളാഹു. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലാണ്. ഈ ഈമാനുണ്ടെങ്കിലേ സ്വർഗത്തിൽ പോകാൻ കഴിയൂ. പിന്നെ പറഞ്ഞു, സ്നേഹമുണ്ടെങ്കിലേ ഈമാനുണ്ടാകൂ, സ്നേഹമുണ്ടെങ്കിലേ ഈമാനുണ്ടാകൂ. അതുകൊണ്ട് അഹ്ലുൽ ഖിബ്ലയോട്, റസൂലുള്ളാഹി തങ്ങളെ നബിയായും അള്ളാഹുവിനെ ഇലാഹായും അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളോടൊരു സ്നേഹം വേണം. സ്വാലിഹീങ്ങളോടൊരു സ്നേഹം വേറെയാണ്, മുത്തഖീങ്ങളോടൊരു സ്നേഹം വേറെയാണ്, ശുഹദായിനോട്, അംബിയായിനോട്, ഔലിയായിനോട്, ഇവരോടൊക്കെയുള്ള സ്നേഹത്തിൻ്റെ ലെവലുകൾ വ്യത്യാസമുണ്ട്. എന്നാൽ അഹ്ലുൽ ഖിബ്ലയെ, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന ആളുകളോട് ഒരു മിനിമം സ്നേഹം മുഅ്മിനിന് നിർബന്ധമാണ്. അതുകൊണ്ടാണ് വെറുപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നവർ, മുഅ്മിനീങ്ങളെ പരസ്പരം വെറുപ്പിക്കുന്ന ആളുകൾ, അവരറിയാതെ ഈമാനിൻ്റെ കണിക അവരുടെ മനസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയി കാണും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ഒരിക്കലും അത് സംഭവിക്കരുത്. നമ്മളീ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? സ്വർഗത്തിലെത്താനാണ്, ഹബീബിനെ കാണാനാണ്, അള്ളാഹുവിനെ കാണാനാണ്.
ലൻ തദ്ഖുലൽ ജന്നത ഹത്താ തുഅ്മിനൂ. ഈമാൻ ഉണ്ടാകുന്നവരെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല. സ്വർഗം വേണോ? ഈമാൻ വേണം. വലൻ തുഅ്മിനൂ ഹത്താ തഹാബ്ബൂ. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാകുന്നവരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല. എത്ര വലിയ ഹദീസാണിത്. എന്നിട്ട് പറഞ്ഞു, അവല അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവാൻ കാരണമാകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? ബലാ യാ റസൂലല്ലാഹ്, പഠിപ്പിച്ചു തരൂ നബിയെ. അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം പ്രകടിപ്പിക്കണം, പ്രചരിപ്പിക്കണം. സലാം പറയണം, സലാം അടക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹുവിൻ്റെ രക്ഷയും അള്ളാഹുവിൻ്റെ കരുണയും നിങ്ങൾക്ക് മേലുണ്ടാകട്ടെ. അതൊരു പ്രാർത്ഥനയാണ്. സ്നേഹമുള്ളിടത്താണത് പറയാൻ കഴിയുന്നത്. സ്നേഹത്തോടുകൂടെയാണിത് പറയേണ്ടത്. അത് പറയുമ്പോൾ നിങ്ങൾക്കിടയിൽ സ്നേഹമുണ്ടാവും. സ്നേഹമുണ്ടാകുന്നിടത്ത് ഈമാൻ ഉണ്ടാകും. ഈമാൻ ഉണ്ടെങ്കിലേ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയൂ. നോക്കണേ, ഇങ്ങനെ സ്നേഹം കൊണ്ട് ബന്ധിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബി തങ്ങൾ എപ്പോഴും പ്രസന്നവദനരായിരുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ ജീവിക്കുമ്പോഴേ ഹബീബിനോളം ത്യാഗം സഹിച്ച ആരുണ്ട് ലോകത്ത്? ഹബീബിനോളം ദുഃഖം അനുഭവിച്ച ആരുണ്ട് ലോകത്ത്? ഹബീബായ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം പുണ്യനബി തങ്ങളുടെ 7 മക്കളിൽ 6 പേരെയും സ്വന്തം കൈകൊണ്ട് മറവ് ചെയ്ത ഉപ്പയല്ലേ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 മക്കളിൽ 6 പേര് വാപ്പ ജീവിച്ചിരിക്കെ വഫാത്തായിട്ടുണ്ട് എന്നറിയണം. എന്നാൽ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഏറ്റവും ഇളയ മോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ, അവര് മാത്രമാണ് ഹബീബ് വഫാത്തായി 6 മാസം കൊണ്ട് വഫാത്തായത്. 20 വയസ്സ് പ്രായമായപ്പോൾ ബാക്കി എല്ലാ മക്കളെയും സ്വന്തം കരങ്ങളാൽ ഖബറിലേക്ക് ഇറക്കി വെച്ച ഉപ്പയാണ് ഹബീബായ നബി. എന്നിട്ട് പോലും ഒരു ദുഃഖത്തിൻ്റെ മുഖത്തോടുകൂടെയല്ല നബി തങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അവിടെ നിന്ന് ചിരിക്കുമായിരുന്നു, തമാശ പറയുമായിരുന്നു, അവരുടെ കൂട്ടത്തിൽ ഇരിക്കുമായിരുന്നു. സ്വഹാബിമാര് പറയുന്നുണ്ട്, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഹബീബായ നബി തങ്ങളും ഞങ്ങളും പുറത്തു വന്നിരിക്കും. കുറേ നേരം ഞങ്ങൾ സംസാരിക്കും. ആ കൂട്ടത്തിൽ ജാഹിലിയ കാലത്ത് ചെയ്തു കൂട്ടിയ ഓരോരോ കുസൃതികൾ പറയുമ്പോൾ, അന്ന് വേട്ടയാടാൻ പോയ കഥ പറയുമ്പോൾ, വഴി തെറ്റിപ്പോയ കഥ പറയുമ്പോൾ, അവർ മത്സരം നടത്തി തോറ്റുപോയത് പറയുമ്പോൾ, യുദ്ധത്തിൻ്റെ കഥകൾ പറയുമ്പോൾ, കച്ചവടത്തിൻ്റെ ചില കൗതുകങ്ങൾ പറയുമ്പോൾ, എല്ലാം ഒരു മടുപ്പുമില്ലാതെ ഞങ്ങൾ പറയുന്ന കഥകൾ ചെവി തുറന്ന് ഞങ്ങളോടൊപ്പം കേൾക്കുകയും ഹബീബായ നബി ഞങ്ങൾ ചിരിക്കേണ്ടിടത്ത് ചിരിക്കുകയും ഇടക്ക് കയറി പറയേണ്ടിടത്ത് അതിലിടപെടുകയും ചെയ്തുകൊണ്ട് ഹബീബായ നബി ഞങ്ങളുടെ സംസാരം ജാഹിലിയത്തിൻ്റെ വർത്തമാനങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ കൂടെ വർത്തമാനം പറയുമായിരുന്ന നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന് പറഞ്ഞൂടെ, എനിക്ക് നേരമില്ല, എനിക്കിതൊന്നും പറയാൻ ഇവിടെ സമയമില്ല എന്ന് പറയാം. പക്ഷേ ജനങ്ങളുടെ വിഷയം എന്താണോ അതിൽ നബി തങ്ങൾ ഇടപെടും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തമാശ പറയും. സാഹിർ എന്ന് പറയുന്ന ഒരു കാട്ടറബിയായിരുന്നൊരു ചെറുപ്പക്കാരൻ്റെ കണ്ണ് പൊത്തി കളിച്ചിട്ടുണ്ടല്ലോ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹിറുൻ ബാദിയതുനാ വനഹനു ഹാദിറുഹു. സാഹിർ നമ്മുടെ നാട്ടിൻ പുറമാണ്, നമ്മൾ സാഹിറിന് നഗരമാണ്, ടൗണാണ്. സാഹിറാണെങ്കിലോ ഗ്രാമമാണ്, ഗ്രാമീണനാണ് എന്ന് നബി തങ്ങൾ പറയും. സാഹിറുൻ ബാദിയതുനാ വനഹനു ഹാദിറുഹു. മദീനയുടെ അങ്ങാടിയിൽ എന്തൊക്കെയോ പച്ചയിലകളും വേരുകളും വിൽക്കാൻ നടക്കുന്ന സാഹിർ എന്ന് പറയുന്ന ഒരു കറുകറുത്ത അടിമയായിരുന്ന ചെറുപ്പക്കാരൻ. ഖാന ദമീമൻ, കാണാൻ ഭംഗിയില്ലാതിരുന്നൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ്റെ കണ്ണ് ബാക്കിൽ നിന്ന് വന്ന് മുഖം പൊത്തിപ്പിടിച്ചു ലോകാനുഗ്രഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാഹിർ അങ്ങ് പേടിച്ചുപോയി. കാരണം അന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന കാലമുണ്ട്, ആളുകളെ അടിമകളാക്കുന്ന കാലമുണ്ട്. ആരാണ് എന്നെ പിടിച്ചത് എന്ന് സാഹിർ എന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. സാഹിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബിയുടെ 2 കൈകളുടെയും നനവ്, ആ ഒരു തണുപ്പ് എൻ്റെ മുഖത്തെനിക്ക് ബോധിച്ചു. ഞാൻ ഉറപ്പിച്ചു ഇത് നബി തങ്ങളാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കണ്ണു പൊത്തിയിരിക്കുകയാണ്.
അങ്ങാടിയിലൂടെ നടക്കുന്ന പച്ചയിലകൾ വിൽക്കുന്ന ജാഹിർ റളിയല്ലാഹു അൻഹുവിനെ കണ്ണു പൊത്തിപ്പിടിച്ചപ്പോ ജാഹിർ എന്നവരെ പറഞ്ഞു, ഞാൻ നബിയുടെ നെഞ്ചിലേക്ക് അങ്ങ് ചാരിക്കിടന്നു, ഇത് അഷ്റഫുൽ ഖൽഖാണെന്ന് എനിക്ക് മനസ്സിലായപ്പോ നബി ഞങ്ങൾ പറയാൻ തുടങ്ങി, മയ്യശ്തരി മിന്നി ഹാദൽ അബ്ദ്, ഈ അടിമയെ ആരാണ് എന്നിൽ നിന്ന് വാങ്ങിക്കുന്നത്? ആരാണ് കൂടുതൽ പൈസ തരുന്നത്? ഒരു അടിമയുണ്ട് എനിക്ക് വിൽക്കാൻ. ജാഹിർ എന്നവർ പറഞ്ഞു, നബിയേ ഇദൻ സതജിദുനി കാസിദാ, നബിയെ കാണാൻ ഭംഗിയില്ലാത്ത എന്നെ ആര് വില കൊടുത്ത് വാങ്ങാനാണ് നബിയെ? എനിക്ക് വില കിട്ടില്ല, എന്നെ എന്തിന് വിൽക്കണം? ഞാൻ അടിമയല്ല. പക്ഷേ നബി തങ്ങൾ വിൽക്കുകയാണെങ്കിൽ വിറ്റോളൂ. ആര് കാശ് തരും നബിയെ? എന്നെ ആര് വാങ്ങാനാണ്? എനിക്ക് വിലയില്ലല്ലോ, എനിക്ക് വിലയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, വലാകിന്നക ഇൻദല്ലാഹി ഗാൽ, സാഹിറേ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ദുന്യാവിൽ വിലയില്ലാത്തത് നോക്കണ്ട, അള്ളാഹുവിനടുത്ത് നിങ്ങൾക്ക് വിലയുണ്ട് എന്ന് അങ്ങാടിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ കണ്ണിൽ പൊത്തിവെച്ച് നിബിതങ്ങൾ തമാശ പറഞ്ഞിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നിബിതങ്ങളെ സംബന്ധിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ജന്നത്തുൽ ബഖീഇൽ ഒരു ജനാസ ഇറക്കി വെച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുന്നു. ഇതവിടെ നിന്ന് വഫാത്താകുന്നതിൻ്റെ ഏതാനും വിരലെണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുമ്പാണ്. 6 or 7 ദിവസങ്ങൾക്ക് മുമ്പ് ജന്നത്തുൽ ബഖീഇൽ ഒരു ജനാസ ഇറക്കി വെച്ച് നബി തങ്ങൾ വരുന്നു. വഅന അജിദു സുദാഅൻ ഫീ റഅസി, എനിക്കാണെങ്കിലോ അന്ന് തലവേദനയുണ്ട് എന്ന് മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. തലവേദന വലിയൊരു പ്രയാസമുള്ള അസുഖമാണ്. ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ, നമുക്ക് ഒന്നും ചിന്തിക്കാൻ കഴിയാതെ, ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു പോകുന്നൊരവസ്ഥയാണ്. അള്ളാഹു അത്തരം അസുഖമുള്ള മുഴുവൻ ആളുകൾക്കും ഈ സദസ്സിൻ്റെ ഹുർമത്ത് കൊണ്ട് അള്ളാഹു ശിഫ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വഅന അഖൂൽ, മൈഗ്രെയിൻ വേദന കൊണ്ട് ഞാനിങ്ങനെ പറയുകയാണ്, എൻ്റെ തലവേദന എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ബൽ അന വാറസാ, ആയിഷ നിങ്ങളുടെ തലവേദന ഞാൻ അനുഭവിക്കുന്നത് പോലെ. ആയിഷ ബീവി നിങ്ങളുടെ തലവേദന എൻ്റെ തലവേദനയാണ്. ബൽ വാറസാ ബൽ അന വാറസാ, ബീവി നിങ്ങളുടെ വേദന എൻ്റെ വേദനയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികളോട് നബി തങ്ങൾ അങ്ങനെയാണ്, തങ്ങളോട് സ്വഹാബിമാർ അങ്ങനെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങൾക്ക് ഒരു ഈത്തപ്പഴം കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരു ഈത്തപ്പഴമേ ഉള്ളൂ. 2 പേരും വിശന്നിരിക്കുകയാണ്. നബിയെ അങ്ങ് കഴിച്ചോളൂ എന്ന് നബി തങ്ങൾക്ക് നൽകുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്ത് കിട്ടിയപ്പോൾ പുണ്യ നബി അത് കഴിച്ചപ്പോൾ അതിൻ്റെ മധുരം എൻ്റെ തൊണ്ടയിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടേത് സ്വഹാബികൾ അനുഭവിക്കും, സ്വഹാബികളുടേത് തങ്ങൾ അനുഭവിക്കുകയാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാറസാ എൻ്റെ തലേ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോൾ, തലവേദന കൊണ്ട് പുളയുമ്പോൾ, ബൽ അന വാറസാ, എൻ്റെ തലവേദന ആയിഷ എൻ്റേത്, നിങ്ങളുടേതല്ല, ആ വേദന എൻ്റേതാണ് എന്ന് നബി തങ്ങൾ ഏറ്റെടുക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടെ നിന്നൊരു തമാശ പറഞ്ഞു, മാ ളറകി ലൗ മിത്തി ഖബ്ലി, ആയിഷ ഞാൻ മരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കുമല്ലേ? ഫഗസ്സൽതുകി, നിങ്ങളുടെ ജനാസ ഞാൻ കുളിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, വകഫൻതുകി, ആയിഷ നിങ്ങളെ കഫംപുട പുതക്കുന്നത് ഞാനായിരുന്നെങ്കിൽ, ثم صليت عليك, നിങ്ങളുടെ ജനാസ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിങ്ങളുടെ ജനാസ നിസ്കാരം ഞാൻ ഇമാമായി നിൽക്കുകയും, വദഫൻതുകി, എൻ്റെ ഈ കരങ്ങളാൽ ആയിഷ നിങ്ങളുടെ ജനാസ ഖബറിലേക്ക് വെക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടുകയായിരുന്നെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും ആയിഷ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് തമാശ പറയുകയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽതു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്,
ലക അന്നി ബിക വല്ലാഹ് ലൗ ഫഅൽത ദാലിക്. എനിക്കറിയാം നബിയേ, ഞാൻ മരിക്കുകയും എന്നെ കുളിപ്പിക്കുകയും എന്നെ കഫൻ ചെയ്യുകയും എന്നെ ഖബറിലേക്ക് വെക്കുകയും ചെയ്തിട്ട് ലഖദ് റജഅത ഇലാ ബൈതി, എൻ്റെ റൂം, എൻ്റെ വീട്, ആ വീട്ടിലേക്ക് അങ്ങ് വരികയും ഫഅറസ്ത ഫീഹി ബിബഅദ് നിസാഇകി, ഹഫ്സ ബീവിയെയോ സൈനബ് ബീവിയെയോ സഫിയ ബീവിയെയോ എൻ്റെ കൂടെയുള്ള അങ്ങയുടെ ഭാര്യമാരിൽ വേറെ ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും അങ്ങ് അവരോടൊപ്പം കിടന്നുറങ്ങുകയും ചെയ്യുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല നബിയേ, അതുകൊണ്ട് വേണ്ട, അതുകൊണ്ട് വേണ്ട. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ഇത് കേട്ടത്. കാരണം ഇത് വലിയൊരു സ്നേഹമാണ്. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഈ വിഷയത്തിൽ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ആയിഷ ബീവി പറയുകയായിരുന്നു, വാ സുഖ്ലയാ, എൻ്റെ നാശമേ, വല്ലാഹി ഇന്നി ലഅദുന്നുക തുഹിബ്ബു മൗതി, ഞാൻ മരിച്ചു പോവണമെന്ന് നബി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? വലൗ ഖാന ദാലിക്, അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ലളലൽത ആഖിറ യൗമിക മുഅർരിസൻ ബിബഅദി അസ്വാജിക, എന്നിട്ട് വേണമല്ലേ നബിയെ അങ്ങേക്ക് മറ്റൊരു കല്യാണം കഴിക്കാൻ എന്ന് നബി തങ്ങളോട് മറുപടി പറയുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. വതബസ്സമ റസൂലുള്ളാഹ്, ഹബീബായ നബി തങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് ആ മറുപടി കേൾക്കുന്നത്. കാരണം മരിച്ചുപോയാലും മടങ്ങാത്ത ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്നേഹപ്രകടനമാണത്. ഞാൻ മരിച്ചാലും, ഭാര്യമാർക്ക് അങ്ങനെയാണ്, തൻ്റെ ഭർത്താവ് മറ്റൊരു കല്യാണം കഴിക്കരുത് എന്നവർ ആഗ്രഹിച്ചു പോകുന്നുണ്ട്. കാരണം അത് സ്നേഹമാണ്. ഞാൻ മരിച്ചുപോയാലും എനിക്ക് ശേഷം നിങ്ങൾ കല്യാണം കഴിക്കുമോ എന്ന് ചോദിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അത് മരണപ്പെട്ടു കഴിഞ്ഞാലും തുടരേണ്ട ഒരു സ്നേഹം, എന്നെ ഓർക്കാതാകുമോ, എന്നെ മറന്നു പോകുമോ, എന്നോടുള്ള സ്നേഹം മറ്റാരിലേക്കെങ്കിലും ഡൈവേർട്ടായി പോകുമോ എന്ന് തോന്നുന്ന ഭയപ്പാടുകൊണ്ട് ആ സ്നേഹപ്രകടനത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുകയും ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുസൃതികൾ നിബിതങ്ങളുടെ വീട്ടിൽ വെച്ച് നടക്കുമ്പോൾ അതിലിടപെട്ടവരാ നിബിതങ്ങൾ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, സാറത്നാ സൗദതു റളിയല്ലാഹു അൻഹാ യൗമൻ, ഒരു ദിവസം സൗദ ബീവി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനി വബൈനഹാ, എന്റെയും സൗദ ബീവിയുടെയും ഇടയിൽ നബിതങ്ങൾ ഇരുന്നു. നബിതങ്ങളുടെ ഒരു കാല് എൻ്റെ മടിയിലേക്കും മറ്റൊരു കാല് സൗദ ബീവിയുടെ മടിയിലേക്കും വെച്ചുകൊണ്ട് വൽ ഉഖ്റാ ഫീ ഹിജ്രിഹാ, ആ സമയത്ത് ഫഅമിൽതു ലഹാ ഹരീറതൻ, ഞാൻ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണം തയ്യാറ് ചെയ്തു ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് സൗദ ബീവിയോട് പറഞ്ഞു, കുലീ, തിന്നോളൂ സൗദ, തിന്നോളൂ. രണ്ടുപേരും ഹബീബിൻ്റെ ഭാര്യമാരാണ്. ഒരു ഭാര്യയ്ക്ക് മറ്റൊരു ഭാര്യയോട് തോന്നുന്ന ആ സ്വതസിദ്ധമായ ഒരു ഗീറത്ത് അല്ലെങ്കിൽ ഒരു അസൂയ, ആ അസൂയ കൊണ്ട് സൗദ ബീവി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. ഹബീബ നബി തങ്ങൾക്ക് ആയിഷ ബീവി ഉണ്ടാക്കി കൊടുത്തത് ഞാൻ എൻ്റെ റസൂലിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന വാശിയിൽ സൗദ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞു, ഞാൻ കഴിക്കൂല. ആയിഷ ബീവി വാശി പിടിച്ചു, കുലി, നിങ്ങളിത് കഴിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ ഭക്ഷണമെടുത്തില ഉലത്തിഖന്ന വജ്ഹകി, നിങ്ങളുടെ മുഖത്ത് ഞാൻ വാരിപ്പൊത്തും ഈ ഭക്ഷണം. അപ്പോഴും സൗദ ബീവി ഞാൻ കഴിക്കൂല എന്ന് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പിന്നെ ഒന്നും നോക്കിയില്ല. പുണ്യനബി ഇരിക്കുന്നിടത്താണ് ഈ കുസൃതിയൊക്കെ നടക്കുന്നത്. അതിൽ നിന്ന് കൈകൊണ്ട് വാരിയെടുത്ത് സൗദ ബീവിയുടെ മുഖത്തങ്ങ് തേച്ചു പിടിപ്പിച്ചു. സൗദ റളിയല്ലാഹു അൻഹ ദേഷ്യം പിടിച്ച് അവരും കുറച്ചെടുത്ത് ആയിഷ ബീവിയുടെ മുഖത്തും. ഇത് രണ്ടും കണ്ടുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് നിബിതങ്ങൾ ആ തമാശയിൽ പങ്കുചേരുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫഇദാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു വീടിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, യാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, എൻ്റെ മോൻ അബ്ദുള്ള അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാണ് ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഖൂമാ ഫഗ്സിലാ വുജൂഹകുമാ, ആയിഷ സൗദ എഴുന്നേറ്റ് വേഗം മുഖം കഴുകിക്കോളൂ. ഫലാ അഹ്സിബു ഉമറ ഇല്ലാ ദാഖില, ഉമർ എന്നവർ ഇപ്പൊ വരും കേട്ടോ, ഈ കളി കണ്ട ഉമർ എന്നവർക്ക് ഇഷ്ടപ്പെടൂല, അതുകൊണ്ട് വേഗം പോയി മുഖം കഴുകി ഒന്നും സംഭവിക്കാത്ത പോലെ ഇരുന്നോളൂ എന്ന് ഞങ്ങളോട് പുണ്യ നബി പറഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ബീവി പറയാണ്, ഉമർ എന്നവരെ നബി തങ്ങൾക്ക് പോലും ഇത്ര പേടിയല്ല.
പക്ഷേ ഉമർ എന്നവരെ വളരെ ഗൗരവത്തിലാണ് നബി തങ്ങൾ കാണുന്നത്. ഉമർ എന്നവർ ഇപ്പൊ വരും, വേഗം പോയി മുഖം കഴുകിക്കോളൂ. ഫമാസിൽതു അഹാബു ഉമറ ലിഹൈബത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബി തങ്ങൾക്ക് ഉമർ എന്നവരോട് ഇത്ര ഒരു പേടി തോന്നിയ നേരം മുതൽ ഉമർ എന്നവരെ എനിക്ക് പേടിയായി തുടങ്ങിയെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അതായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തബൂക്ക് അല്ലെങ്കിൽ ഖൈബർ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ടോയ്സ് വെക്കുന്ന ഒരു ഏരിയയുണ്ട്, ഒരു കബോർഡ് നമ്മൾ പറയുന്ന പോലെ, ഒരു ഷോക്കേസ് പോലെ ഒരു ചെറിയ ചുമരിൻ്റെ ഒരു പൊത്തുണ്ട്. അത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അന്നത്തെ കൗതുകമുള്ള സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഇടമാണത്. സഹ്വത്ത് എന്നാണ് അതിന് പറയാം. അപ്പോൾ അതിന് ചെറിയൊരു കർട്ടനുണ്ട്, നമ്മൾ ഗ്ലാസ് വെച്ച് അടക്കട പോലെ ഒരു കർട്ടനുണ്ട്, ഒരു തുണിയുണ്ട്. ആ തുണിയുടെ പിറകിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്തോ ഒരു കൗതുകത്തിന് ചില ടോയ്സുകൾ വെച്ച് പിടിപ്പിക്കുന്ന കാലമായിരുന്നു അത്. കാറ്റടിച്ചപ്പോ ആ ഒരു തുണി അങ്ങോട്ട് നീങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ബൊമ്മക്കുട്ടികളെ, ടോയ്സ് ഡോളുകള്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അവർ കളിക്കാൻ കൊണ്ടുവന്ന് വെച്ചത്. ചില കുട്ടികൾക്ക് ഉണ്ടാവും ഇപ്പോഴും ബെയർ, ഈ സ്പോഞ്ചിൻ്റെ ഒക്കെ ബെയറുകളും അത് ടോയ്സുകളൊക്കെ ഇപ്പോഴും കൂട്ടിപ്പിടിച്ച് കിടക്കുന്ന കുട്ടികളെ കാണാം. അവരെത്ര വലുതായാലും അതപ്പോൾ അവർക്കൊരു ഇഷ്ടം ഉണ്ടായിരിക്കും. ഈ രൂപങ്ങൾ, ശില്പങ്ങൾ പാടില്ല എന്ന് നിഷിദ്ധമാക്കിയെടുത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഈ ഡോളുകൾ അതിന് കുഴപ്പമില്ല എന്ന് ശറഅ് അനുവദിക്കാൻ കാരണം അതാ. അവരുടെ മാനസിക വികസനത്തിന് പെൺകുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു കുട്ടികളെ താലോലിക്കുന്നത്, കുട്ടികളെ കുളിപ്പിക്കുക, കൊച്ചുമക്കളെ പോറ്റി വളർത്തുന്നത്, അങ്ങനെയുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അത്തരം ഒരു കൗതുകമുള്ള കളികളൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്കും അങ്ങനെ ചില കുസൃതി കളികളുണ്ടായിരുന്നു. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഈ ഷോക്കേസിൻ്റെ ആ ഒരു മറങ്ങട് നീങ്ങിയപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, മാ ഹാദായ ആയിഷ, എന്താ ആയിഷ ഈ കാണുന്നത് എന്ന് ചോദിച്ചു. ഖാലത്ത് ബനാറ്റി, ഇതെൻ്റെ കുട്ടികളാണ് നബിയെ, ഇതെൻ്റെ കുട്ടികളാണ്, എൻ്റെ പെൺകുട്ടികളാണ്. അപ്പോൾ കുറേ ഡോൾസാണുള്ളത്, കുറേ ബൊമ്മക്കുട്ടികളാണുള്ളത്. അപ്പം അതിൻ്റെ ഇടക്ക് ചിറകുള്ള ഒരു കുതിരയെ കണ്ടു, തുണി കൊണ്ടുണ്ടാക്കിയ ഒരു കുതിര, അതിന് ചിറകുകളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, മാ ഹാദല്ലദി അറാ വസതഹുന്ന, നിങ്ങളുടെ ഈ പെൺകുട്ടികളുടെ ഇടയിൽ ആ നടുവിൽ കാണുന്ന സാധനം എന്താ? ഫറസുൻ, അത് കുതിരയാ നബിയെ. വമാ ഹാദല്ലദി അലൈ, എന്താ കുതിരന്റെ ദേഹത്തുള്ളത്? ജനാഹാൻ, രണ്ട് ചിറകുണ്ട്. അപ്പൊ തങ്ങൾ ചോദിച്ചു, ഫറഹുൻ ലഹു ജനാഹാൻ, ചിറകുള്ള കുതിരയോ? അപ്പൊ ആയിഷ ബീവിന്റെ മറുപടി, അമാ സമിഅത അന്ന ലി സുലൈമാന ഖൈലൻ ലഹ അജ്നിഹ, സുലൈമാൻ നബിക്ക് ചിറകുള്ള കുതിരകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയില്ലായിരുന്നോ എന്ന്. സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം ഹബീബിനറിയാം. അങ്ങനത്തെ കുതിര ഉണ്ടോ ഇല്ലേ എന്ന് നബി ഞങ്ങൾക്കറിയാം. അങ്ങനത്തെ കുതിരൊന്നും ഇല്ലായിരുന്നുവെന്ന് ആയിഷ ബീവിയോട് തർക്കിക്കേണ്ട നേരമല്ല അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫളഹിക ഹത്താ റഅയ്തു നവാജിദഹു, അവിടുന്ന് മൗനിയായി ഉറക്കെ ചിരിച്ചു. ആ ചിരിയിൽ ഹബീബിൻ്റെ അണപ്പല്ലുകൾ ഞാൻ കണ്ടു എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗൗരവക്കാരനായിരുന്നില്ല. വീടുകളിൽ കൊച്ചുമക്കളോട് ആ സ്നേഹത്തിലും കൗതുകത്തിലും ഇടപെടണം. ഞാനൊരു വലിയ നേതാവാണ്, ഞാനൊരു വലിയ ആളാണ്, ഞാൻ ഇന്നതിൻ്റെ പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, ഖജാൻജിയാണ്, മെമ്പറാണ്, MLA ആണ്, മന്ത്രിയാണ്, ഇതൊന്നും കൊച്ചുമക്കൾക്കറിയില്ല. നിങ്ങൾ അവരുടെ മുമ്പിൽ അവരുടെ വാപ്പയാണ്, അവരുടെ ആങ്ങളയാണ്, അവരുടെ സഹോദരനാണ്. നിങ്ങളുടെ വീട്ടിൽ മക്കളോട് ഇടപെടേണ്ടതിൻ്റെ മാതൃക പുണ്യ നബിയിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുദൈബിയ സന്ധി നടന്ന സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 1400 സ്വഹാബികളുണ്ട്. 1400 സ്വഹാബികൾ. അവരുടെ കൂടെയുള്ളത് 50 ആടുകളാണ്. ആ ആടുകളുടെ പാലൊന്നും കുടിച്ചാൽ അവർക്ക് ആർക്കും വിശപ്പ് മാറില്ല. അങ്ങനെ ഫഖഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ജബർ റഖിയ, ഒരു കിണറുണ്ടായിരുന്നു അവിടെ. ആ കിണറിൻ്റെ വക്കിൽ നബി തങ്ങൾ വന്നിരുന്നു. സുമ്മ ദഅ, അവിടുന്ന് നബി തങ്ങൾ ദുആ ചെയ്തു. ആ കിണറ്റിലേക്ക് അവിടുന്ന് ഇമ്മാ ബസഖ ഫീഹ, അതിൽ ഹബീബിൻ്റെ പരിശുദ്ധമായ ഉമിനീരിൻ്റെ തുപ്പൽ ആ കിണറ്റിലേക്ക് വീണു എന്നാണ് ചരിത്രം. ഫജാഷത്ത്, ആ കിണറിൽ വെള്ളം അണപൊട്ടി ഒഴുകുകയാണ്.
ഫസഖൈനാ വസ്തഖൈനാ, ഞങ്ങൾ കുടിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെ കുടിപ്പിച്ചു, ഞങ്ങൾ എടുത്തു വെച്ചു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുദൈബിയയിലെ ആ വൃക്ഷത്തിൻ്റെ അരികിലേക്ക് വിളിച്ചു എല്ലാവരെയും ബൈഅത്ത് ചെയ്യാൻ. മഹാനായ സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിരുന്ന സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിലുണ്ട്. ആ ബൈഅത്തിൽ ആദ്യമായി ബൈഅത്ത് ചെയ്തത് സലമ റളിയല്ലാഹു അൻഹുവാണ്. സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു ആദ്യം ഹബീബിനെ ബൈഅത്ത് ചെയ്തു. പിന്നെ ഓരോരുത്തരും വന്ന് ബൈഅത്ത് ചെയ്യാൻ. കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായി ഖുറൈശികളുടെ അടുത്തേക്ക് സംസാരിക്കാൻ ചെന്നപ്പോൾ ഒരുപാട് നേരം ഉസ്മാൻ എന്നവരെ അവർ പിടിച്ചു വെച്ചപ്പോൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഒരു ന്യൂസ് സ്പ്രെഡായി, ഉസ്മാൻ എന്നവരെ അവർ കൊന്നുകളഞ്ഞു എന്ന്. സത്യത്തിൽ കൊന്നുകളഞ്ഞിട്ടില്ലായിരുന്നു, വധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ദൂതനെ കൊല ചെയ്യുന്നത് ജാഹിലിയ കാലത്ത് പോലും ഗൗരവമുള്ള വിഷയമാണ്. അങ്ങനെ ഒരു ദൂതൻ കൊല്ലപ്പെട്ടതാണ് തബൂക്ക് യുദ്ധം ഉണ്ടാവാൻ കാരണമായത്. നമ്മൾ ചരിത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഹബീബാ നബി തങ്ങൾ എപ്പോഴാ പറഞ്ഞ സ്വഹാബികളെ, നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. ഒരു യുദ്ധം ഇവിടെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ദീനിന്റെ പക്ഷത്ത് പാറ പോലെ ഉറച്ചു നിൽക്കും, നിങ്ങൾ ഹബീബിന്റെ കൂടെയുണ്ടാകുമെന്ന് ഉറപ്പ് തരണം. അങ്ങനെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി പറയാൻ. ആ സമയത്ത് ആദ്യമായി ഹബീബിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തത് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് ചൊല്ലണം. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു, അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടു, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആൻ. ബായഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങളെ ഞാൻ ബൈഅത്ത് ചെയ്തു. അവ്വലന്നാസ്, ആദ്യമായി ജനങ്ങളിൽ നിന്ന് ആദ്യമായി ഹബീബിന്റെ കൈപിടിച്ചത്, നബിയെ അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും എന്ന് ഉറപ്പ് കൊടുത്തത് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരുപാട് ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരുന്ന ഹബീബിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു, സലമത്ത് ഇബ്നുൽ അക്വഅ, നിങ്ങൾ വന്ന് ബൈഅത്ത് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു, നബിയെ ബായഅതുക യാ റസൂലല്ലാഹ് ഫി അവ്വലിന്നാസ്, ഞാനല്ലയോ നബിയെ ആദ്യം ബൈഅത്ത് ചെയ്തത്, ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ. വഅയ്ളൻ, ഒന്നുകൂടെ ചെയ്യേ. അങ്ങനെ രണ്ടാമതും സലമ റളിയല്ലാഹു അൻഹു ഹബീബാ നബി തങ്ങളുടെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്തു. വറആനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസില, എൻ്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല, എൻ്റെ കയ്യിൽ വാളില്ല, പരിചയില്ല, ഒന്നുമില്ല എന്ന് നബി തങ്ങൾ കണ്ടപ്പോൾ ഫഅഅതാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജഫതൻ, ഹബീബാ നബി തങ്ങൾ എനിക്ക് ഒരു പടയങ്കി ധരിക്കാൻ തന്നു. എന്നിട്ട് ഞാൻ രണ്ടാമതും ഹബീബിനെ ബൈഅത്ത് ചെയ്തു. അങ്ങനെ വീണ്ടും ആളുകൾ ബൈഅത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്നോട് നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തുബായിഉനി യാ സലമ, സലമത്ത് ഇബ്നുൽ അക്വഅ, നിങ്ങൾ ബൈഅത്ത് ചെയ്യുന്നില്ലയോ? ഞാൻ പറഞ്ഞു, നബിയേ ബായഅതുക യാ റസൂലല്ലാഹ് ഫി അവ്വലിന്നാസ് വഫി ഔസത്തിന്നാസ്, നബിയേ ജനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാനല്ലയോ അത് തുടങ്ങിയത്, അതിനിടയിലും ഞാൻ വന്ന് ബൈഅത്ത് ചെയ്തല്ലോ നബിയേ, ഇനിയും വേണോ? വഅയ്ളൻ, ഒന്നുകൂടെ എന്നോട് പറഞ്ഞപ്പോ ഫബായഅതുഹു സാലിസ, 3 തവണ ഹബീബിന്റെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്ത സ്വഹാബിയാണ് സലമത്ത് ഇബ്നുൽ അക്വഅ റളിയല്ലാഹു അൻഹു. 3ാമത്തെ തവണ എന്നെ നബി തങ്ങൾ കാണുമ്പോൾ എനിക്ക് തന്ന ആ പടയങ്കി എൻ്റെ ദേഹത്ത് കാണുന്നില്ല. യാ സലമതു ഐന ഹജഫതുക്, സലമ നിങ്ങൾക്ക് ഞാൻ തന്നിരുന്ന, അല്ലതി അഅതൈതുക്, നിങ്ങൾക്ക് ഞാൻ നൽകിയിരുന്ന പടയങ്കി എവിടെ എന്നെന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ലഖിയനി അമ്മി ആമിറുൻ അസിലാ ഫഅതൈതുഹു ഇയ്യാഹാ, എൻ്റെ അമ്മാവനായ ആമിർ റളിയല്ലാഹു അൻഹു ഒരായുധവുമില്ലാതെ വന്നപ്പോ എൻ്റെ അമ്മാവനെ ബഹുമാനിച്ചുകൊണ്ട് ഞാൻ അത് അവർക്ക് കൊടുത്തു നബിയേ. ഫളഹിക റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ഹബീബ് അത് കണ്ടുകൊണ്ട് ചിരിച്ചു. ഇന്നക കല്ലദീ ഖാലൽ അവ്വൽ അല്ലാഹുമ്മ അബ്ഗിനി ഹബീബൻ വഹുവ അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അല്ലാഹുവേ
എൻ്റെ ശരീരത്തെക്കാളും എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹബീബിനെ എനിക്ക് തരേണമേ എന്ന് പറഞ്ഞ ആളെപ്പോലെയുണ്ടല്ലോ. നിങ്ങളുടെ ജീവനേക്കാളും നിങ്ങൾ നിങ്ങളുടെ അമ്മാവനെ സ്നേഹിച്ചത് കൊടുത്തല്ലേ, അതെനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു ദാനം കണ്ടുകൊണ്ട് അവിടുന്ന് സന്തോഷിച്ച് ചിരിച്ചുവെന്ന് സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു തആല അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഹബീബിന്റെ ചുമലിലെ ആ നജ്റാനിയായ പരുപരുത്ത വസ്ത്രം പിടിച്ചു വലിച്ച് അഅറാബിയുടെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടവരാണ്. യാ മുഹമ്മദു മുർനി മിൻ മാലില്ലാഹില്ലദീ ഇൻദക്, മുഹമ്മദ് നബിയെ നിങ്ങളുടെ കയ്യിലുള്ള പൈസ എനിക്ക് തരൂ. ഫഇന്നക ലാ തുഅതീനി മിൻ മാലിക വലാ മിൻ മാലി അബീക വ ഉമ്മിക്, നിങ്ങളുടെയോ നിങ്ങളുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ സമ്പത്തല്ലല്ലോ അത്, എനിക്ക് തന്നൂടെ എന്ന് ഹബീബിനോട് ഗൗരവത്തിൽ ചോദിച്ച അഅറാബി. ഫൽതഫത ഇലൈഹി ഫളഹിക ثم അമറ ലഹു ബിഅത്വാ, സ്വന്തം ചുമലിൽ ചൂടോടെ ആ പുതപ്പങ്ങ് വലിച്ചത് കാരണം അവിടുത്തെ മിനുമിനുത്ത മേനിയിൽ ചെമന്ന ചോരപ്പാട് പോലെ അടയാളം പോലും ഉണ്ടായിരുന്നുവെന്ന് മഹാനായ സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ആ പിടിച്ച വലിയിൽ ഹബീബായ ദേഹത്ത് മുറിവ് പറ്റിയോ എന്ന് ഞങ്ങൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നബി തങ്ങൾ തിരിഞ്ഞു നോക്കിയത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. നമ്മളെ വേദനിപ്പിച്ച ഒരാളെ നമ്മൾ പുഞ്ചിരിച്ച് നോക്കാറുണ്ടോ? നമ്മളെ കൊണ്ട് സാധ്യമാകുമോ? ഇല്ലെങ്കിൽ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകത്തിന് റഹ്മത്തായി വന്നവരെ നബിയെ, ഹബീബിനോട് മോശമായി പെരുമാറിയവരോട് പോലും, ഹബീബിനെ വേദനിപ്പിച്ചവരോട് പോലും, ഹബീബിനെ കൊല ചെയ്യാൻ വന്നവരോട് പോലും, അതായിരുന്നു ലോകത്തിന് കരുണയായി വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ സ്വഭാവം ഹബീബിൻ്റെ സ്വഭാവമായി മാറണം. അപ്പോഴാണ് നമ്മൾ ഹബീബിൻ്റെ ഉമ്മച്ചികളായി മാറുന്നത്. കൽഹൃദയമാവരുത്. ഹൃദയത്തിനുള്ളിൽ ദയാവായ്പ വേണം, കരുണ വേണം. വിഷമങ്ങൾ കാണുന്നിടത്ത് ഹൃദയത്തിനുള്ളിൽ വെങ്ങൽ വേണം, വേദന വേണം. നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരെ ദ്രോഹിക്കുന്നതും ആക്രമിക്കുന്നതും കാണുമ്പോൾ കേവലം ഒരു വീഡിയോ കാണുന്നതിനപ്പുറത്ത് പടച്ചവനെ ഇതെൻ്റെ ശരീരമാണ്, എൻ്റെ ചോരയാണെന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ഉമ്മത്തിലെ ഓരോ മെമ്പറോടും സ്നേഹമുണ്ടാവണമെന്ന് ഹബീബാ നബി തങ്ങൾ പറയുമായിരുന്നു. അവരുടെ വേദന നമ്മുടെ വേദനയാണ്, അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ്. മുഅ്മിനീങ്ങൾ ഒരു ശരീരം പോലെയാണ്. ദേഹത്തിൻ്റെ ഒരു ഭാഗത്ത് മുറിവുണ്ടായാൽ ശരീരം മുഴുവനും പനി ബാധിച്ചുകൊണ്ട് ആ വേദനയിൽ പങ്കുചേരുന്ന പോലെ ഈ ഉമ്മത്തികൾക്ക് ആർക്കെങ്കിലും പ്രയാസമുണ്ടായാൽ നിങ്ങളുടെ വേദനയാണത്, അവർക്കൊരു സന്തോഷമുണ്ടായാൽ അത് നിങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഹബീബായ നബി തങ്ങളുടെ ഒരു കഥ പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിലേക്ക് മഴയില്ലാതെ വന്നപ്പോൾ, മഴ കിട്ടാതെ വന്നപ്പോൾ ശകന്നാസു ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിനോട് ജനങ്ങൾ പരാതി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, മൗലിദിൽ പുന്നാര നബി അങ്ങയോട് ഞാൻ പരാതി പറയുന്നു എന്ന് പറയുന്നത് പോലും ശിർക്കാണെന്ന് പറയുന്ന ആളുകൾ ഇത് കേൾക്കണം. ഹബീബായ നബി തങ്ങളോട് ശകന്നാസു ഇലാ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദ് എന്നവർ ഉദ്ധരിക്കുകയും പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന ഒരു ഹദീസ് പണ്ഡിതനുണ്ട് ഇമാം അൽബാനി, അദ്ദേഹം ഹസനാണെന്ന് പറയുകയും ചെയ്ത ഹദീത്ത്. അവർക്ക് തെളിവ് വേണമെങ്കിൽ ആ തെളിവ് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ശികായത്തു ഇലാ റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിനോട് പരാതി പറയുമ്പോൾ അത് പാടില്ലത്രേ. എന്നിട്ട് ആയത്തിപ്പുറത്ത് യഖൂബ് നബി അലൈഹി സ്വലാം ഇന്നമാ അഷ്കൂ ബത്തി വഹുസ്നി ഇലല്ലാഹ്, എൻ്റെ സങ്കടം ഞാൻ അള്ളാഹുവിനെ ബോധിപ്പിക്കുകയാണ്. യഖൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെയാണ്. പുണ്യ നബിയോട് സ്വഹാബിമാർ ശിക്കായത്ത് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം എന്ന് പുറത്തു പോയോ? അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമല്ലേ നമുക്കത് ബോധിപ്പിക്കാൻ കഴിയൂ. പുണ്യ നബിയോട് ശിക്കായത്ത് പറയണ്ടേ? ഹബീബാ നബി തങ്ങളോട് ശിക്കായത്ത് എത്ര വന്ന് പറഞ്ഞിട്ടുണ്ട് സ്വഹാബിമാർ. അവരൊക്കെ ചെയ്ത് ശിർക്കാണോ? അവരൊക്കെ ചെയ്ത് ബിദ്അത്താണോ? എന്താ ചെയ്യുക?
ഒരു വർത്തമാനം പറഞ്ഞ് അത് മുഴുവൻ പറയിക്കാൻ വിടൂല, അപ്പോഴും ക്ലിപ്പ് ചെയ്തിട്ട് ബാക്കി അവരെ വക. ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഫിത്തന ഉണ്ടാക്കുക. ഒരു കാര്യം പൂർത്തിയായി പറയാൻ വിടാതെ അവനവൻ്റെ ആവശ്യത്തിനൊത്ത് ട്രിം ചെയ്ത് കട്ട് ചെയ്ത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇതാ മൗലിദ് പാടില്ല, റബീഉൽ അവ്വൽ പാടില്ല, അത് ശിർക്ക്, അത് ബിദ്അത്ത്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ശക്കന്നാസു ഇലാ റസൂലില്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ജനങ്ങൾ ഹബീബിനോട് വന്ന് പരാതി പറഞ്ഞു. അതാണ് ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മൗലിദിലെ ഈ വരികൾ ചൊല്ലുമ്പോൾ ചില ആളുകൾ അപ്പൊ ആ വരിക്ക് കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? ലേക അഷ്കൂ ഫീഹി യാ നബിയെ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുന്നു. അത് നബിയോടാണോ പരാതിപ്പെടേണ്ടത്, അള്ളാഹിനോടല്ലേ എന്ന് ചോദിക്കുന്ന പുത്തനാശ്രയം തലയിൽ കയറിയ സഹോദരങ്ങളെ, ശക്കന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മത്വരി. ഹദീസുകൾ എടുത്തു നോക്കി. മഴ കിട്ടാതെ വന്നപ്പോ ജനങ്ങൾ, ഏത് ജനങ്ങൾ? സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിനോട് ശിക്കായത്ത് ചെയ്തു, നബിതങ്ങളോട് പരാതി പറഞ്ഞു, അവിടത്തോട് ശിക്കായത്ത് ബോധിപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്ന് പുറത്തുപോയോ? ലക അഷ്കു എന്ന് പറയുമ്പോഴേക്കും അത് തെറ്റായിപ്പോയി. പൊന്നു സാധുക്കളെ, ഒന്ന് പഠിച്ചോളി. വിവരവും അറിവുമുള്ള ആലിമീങ്ങളും സാദാത്യങ്ങളും ആചരിച്ചും അനുവർത്തിച്ചും അതിൻ്റെ വിഷയങ്ങൾ മനസ്സിലാക്കി തന്നതിൻ്റെ പേരില അഹ്ലുസുന്ന വൽ ജമാഅ അതൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. നിങ്ങൾ ഈ പൊട്ടും പൊടിയും കണ്ടിട്ടേ അതങ്ങ് നോക്കിയിട്ട് അവിടെ തന്നെ പിടിച്ചിട്ട് ഇതിനപ്പുറവും ഇപ്പുറവും കാണാതെ ഈ ഉമ്മത്തിൻ്റെ മേൽ ബിദ്അത്തും കുഫ്റും ആരോപിക്കല്ലേ. ശക്കന്നാസു ഇലാ റസൂലില്ലാഹ്. ജനങ്ങൾ ഹബീബിനോട് പരാതി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസുകൾ എടുത്തു നോക്കി. ഖുഹൂതൽ മത്വരി, മഴ കിട്ടാതെ വന്നപ്പോ നബിതങ്ങളോട് സ്വഹാബിമാർ ശിക്കായത്ത് പറഞ്ഞു, ആവലാതി ബോധിപ്പിച്ചു. എന്താ കുഴപ്പം? ഇർതകബ്തു അലൽ ഖതാ, നബിയേ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് നബിയേ. ഗൈറ ഹസ്രിൻ വഅദദ്, കയ്യും കണക്കുമില്ലാതെ തെറ്റുകൾ ചെയ്തു പോയി നബിയേ. ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, ഞങ്ങളുടെ നേതാവായ നബിയേ, ആ വിഷയത്തിൽ ഞങ്ങൾ അങ്ങയോട് പരാതി പറയുകയാണ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരാതി പറയാൻ പാടില്ലേ? പരാതി പറഞ്ഞു എന്നല്ലേ ഹദീസ്. വസഹഹുൽ അൽബാനി, നിങ്ങൾക്കറിയാലോ അൽബാനിയെ. സ്വഹീഹ് അബൂദാവൂദ്, സുനൻ അബൂദാവൂദിലുള്ള സ്വഹീഹായ ഹദീസാണിത്. ശക്കന്നാസു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുഹൂതൽ മത്വർ. മഴ കിട്ടാതെ വന്നപ്പോൾ അവർക്ക് അല്ലാഹുവിനോട് ചോദിച്ചാൽ പോരായിരുന്നോ? എന്നാൽ ഹബീബായ നബിയോട് എന്തിനവർ പരാതി പറഞ്ഞു? സ്വഹാബത്തിനറിയാം അതെവിടെയാണ് ബോധിപ്പിക്കേണ്ടത് എന്ന്. ഹബീബിനോട് പരാതി പറഞ്ഞൂടെ? തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ഫഅമറ ബിമിംബരിൻ ഫഫുളിഅ ലഹു ഫിൽ മുസല്ല, മഴയെ തേടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരു മിമ്പർ കൊണ്ടുവരാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വവഅദ അന്നാസ യൗമൻ യഖ്റുജൂന മിൻ, ഒരു ദിവസം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും വരണം, മഴയെ തേടിയുള്ള നിസ്കാരം നിർവഹിക്കാൻ പോവുകയാണ്. ഖാലത്ത് ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയട്ടെ, ഫഖറജ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ബദാ ഹാജിബുശ് ശംസ്, സൂര്യൻ ഉദിച്ചതിന് ശേഷം സ്വഹാബിമാരും പെണ്ണുങ്ങളും കുട്ടികളും പുണ്യനിബിതങ്ങളടക്കം എല്ലാവരും ഇസ്തിസ്ഖാഇന്റെ പ്രാർത്ഥന നിർവഹിക്കാൻ വേണ്ടി, നിസ്കരിക്കാൻ വേണ്ടി ആ മൈതാനത്തേക്ക് ഒരുമിച്ച് കൂടുകയാണ്. ഫഖഅദ അലൽ മിമ്പർ, ഹബീബായ നബി തങ്ങൾ മിമ്പറിൽ ഇരുന്നു. ഫകബ്ബറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ അല്ലാഹു അക്ബർ ചൊല്ലി, വഹമിദല്ലാഹ്, അൽഹംദുലില്ലാഹ് ചൊല്ലി. എന്നിട്ട് പറഞ്ഞു, ഇന്നകും ശകൗതും ജദബ ദിയാരിക്കും വസ്തിഖാറൽ മത്വരി അൻ ഇബ്ബാനി സമാനിഹി അൻകും ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. മൗലിദിൽ കുഴപ്പമില്ല, ഈ വരികളാണ് കുഴപ്പമെന്ന് പറയുന്ന നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കുകയാണ്. ഈ ഹദീസ് ഒന്ന് ചെവി തുറന്ന് കേൾക്കണമേ. പുണ്യനബി മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്ന വാക്കാണിത്. ഇന്നകും ശകൗതും ജദബ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ വെള്ളമില്ലെന്നും നിങ്ങൾക്ക് വെള്ളം ലഭ്യതയില്ലാതെയായിട്ടുണ്ട് എന്നും നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞല്ലേ. വസ്തിഖാറൽ മത്വരി അൻ ഇബ്ബാനി സബാനിഹി അൻകും, നിങ്ങൾക്ക് മഴ കിട്ടേണ്ട സമയം മഴ കിട്ടാതെ മഴ വൈകിപ്പോയത് നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞില്ലയോ?
അത് ചെയ്യാൻ പാടില്ല എന്നാണ് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അത് ശിർക്കായി, കുഫറായി എന്നാ പറഞ്ഞു കൊടുക്കുന്നത്, ബിദ്അത്തായി എന്നാ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് മഴ കിട്ടാത്തതിന്റെ വേദന നിങ്ങൾ എന്നോട് ബോധിപ്പിച്ചില്ലയോ? വഖദ് അമറകുമുല്ലാഹു അൻ തദ്ഉ, ഞാനതിന് പരിഹാരം പറഞ്ഞു തരാം. നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാനിവിടെ മിമ്പറിൽ ഇരിക്കുന്നത്. ഖദ് ശകൗതും ഇന്നകും ശകൗതും ജദബ ദിയാരിക്കും. ആരോട് ശിക്കായത്ത് പറഞ്ഞു? ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഹദീസ് തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്, ശകന്നാസു ഇലാ റസൂലില്ലാഹി ഖുഹൂതൽ മതർ. മഴ കിട്ടാൻ വൈകിപ്പോയത് നബിതങ്ങളോട് പരാതി പറഞ്ഞു സ്വല്ലല്ലാഹു. ഈ ഉമ്മത്തിന്റെ ബന്ധം അതല്ലേ ഹബീബിനോട്? ഹബീബുമായുള്ള ബന്ധം അതല്ലേ? പരാതി പറയണ്ടേ ഹബീബിനോട്? ഹബീബിനോട് നബിയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങൾക്ക് ശഫാഅത്ത് വേണം, നബിയോട് നേരിട്ട് ചോദിച്ചിട്ടില്ലേ സ്വഹാബിമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? നിങ്ങൾക്ക് മഴ കിട്ടാൻ നേരം വൈകിപ്പോയി എന്നും നിങ്ങൾ എന്നോട് പരാതി പറഞ്ഞല്ലോ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, റബ്ബിനോട് ദുആ ചെയ്തോളൂ. നിങ്ങൾക്ക് അല്ലാഹു മഴ തരുമെന്ന് അല്ലാഹു ഉറപ്പ് തന്നിരിക്കുകയാണ്. എന്നിട്ട് നബി തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ അൻസിൽ അലൈനൽ ഗൈസ് വജഅൽ മാ അൻസൽത ലനാ ഖുവ്വതൻ വബലാഗൻ ഇലാ ഹീൻ. മഴ കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് പരാതി പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ അതിന് മറുപടിയായി നബി തങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ്. പുണ്യ നബിയോട് ശിക്കായത്ത് ചെയ്താൽ അത് ബിദ്അത്താണ് എന്ന് പറയുന്ന ആളുകൾ കേൾക്കണമേ. ഇത് സ്വഹീഹായ ഹസ്സനഹുൽ അൽബാനി എന്ന ഹദീസാണിത്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു വാറോലല്ലേ പറഞ്ഞ ഹദീസാണിത്? സുനനിൽ വന്ന ഹദീസ്, സ്വഹീഹിൽ അല്ലെങ്കിൽ ഹസനിന്റെ സ്ഥാനത്തേക്ക് എത്തിയ ഹദീസാണിത്. പുണ്യനബി തങ്ങൾ പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധനക്കർഹതയുള്ളവൻ അല്ലാഹു അല്ലാതെ ഒരു ഡിയറ്റിയും ലോകത്തിൽ അല്ലാഹു മാത്രമാണ്. യഫ്അലു മാ യുരീദ്, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം അല്ലാഹു ചെയ്യും. അൻതല്ലാഹ് അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത്. അല്ലാഹുവേ ആരാധനക്കർഹനായവൻ നീയല്ലാതെ മറ്റാരുമില്ല റബ്ബേ. അൻതൽ ഗനിയ്യു വനഹ്നുൽ ഫുഖറാ, അല്ലാഹുവേ നീയാണ് മുതലാളി, നീയാണ് ധനാഢ്യൻ, ഞങ്ങൾ ദാരിദ്ര്യമുള്ളവരാ നബിയെ, ദരിദ്രന്മാരാണ്. അല്ലാഹുവേ അൻസിൽ അലൈനൽ ഗൈസ്, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ, ഞങ്ങൾക്ക് മഴ തരണേ അല്ലാഹുവേ, അത് ദുരന്തമാവരുതേ. വജഅൽ മാ അൻസൽത ലനാ ഖുവതൻ വബലാഗൻ ഇലാ ഹീൻ, അല്ലാഹുവേ പ്രയാസമാവാത്ത മഴ ഞങ്ങൾക്ക് നൽകണമേ. ثم رفع يديه, കയ്യുർത്തി ദുആ ചെയ്യുകയാണ്. ഫലം യസൽ ഫിൽ റഫ്ഇ, കയ്യിങ്ങനെ പൊക്കി പിടിച്ചപ്പോ അവിടുത്തെ നീളം കുപ്പായത്തിന്റെ കയ്യങ്ങ് താഴെ വന്നപ്പോ ഹത്താ ബദാ ബയാദു ഇബ്തുഹി, നബി തങ്ങളുടെ ആംപിറ്റിന്റെ ഈ കക്ഷത്തിന്റെ വെളുപ്പ് നിറം പോലും ഞങ്ങൾ കണ്ടു. എന്നിട്ട് നബി തങ്ങൾ ജനങ്ങൾക്ക് പിന്തിരിഞ്ഞു, നബി തങ്ങളുടെ പുറഭാഗം ജനങ്ങളിലേക്കായിട്ട് നബി തങ്ങൾ നിന്നു. എന്നിട്ട് അവിടുത്തെ റിദാ നബി തങ്ങൾ മാറ്റി ചുറ്റി, രണ്ട് കൈകളും ഉയർത്തുകയാണ്. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് തിരിഞ്ഞു നിന്നു. വനസല ഫസല്ല റകഅതൈൻ, എന്നിട്ട് മിമ്പറിൽ ഇറങ്ങിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. ഫഅൻഷ അല്ലാഹു സഹാബതൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു മേഘം കൊണ്ടുവരികയാണ്. ഫറഅദത്, ഇടിപൊട്ടി. വബറകത്, മിന്നലുണ്ടായി. ثم امطرت باذن الله, ലോകാനുഗ്രഹിയായ പുണ്യ ഹബീബിന്റെ കരങ്ങളാൽ ഉയർത്തപ്പെട്ട പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുത്തു. ഫലം യഅതി മസ്ജിദഹു ഹത്താ സാലസ്സുയൂൽ, മസ്ജിദുൻ നബവിയിലേക്ക് തങ്ങൾ എത്തുമ്പോഴേക്കും മഴവെള്ളപ്പാച്ചിലുകൾ വന്നിട്ടുണ്ട്, വാദികൾ നിറഞ്ഞൊഴുകുകയാണ്.
മഴ പെയ്യാൻ തുടങ്ങിയപ്പോ ജനങ്ങളെല്ലാവരും അവരുടെ കൂരകളിലേക്ക് ഓടിപ്പോകുന്നത് നബി തങ്ങൾ കാണുന്നു. അതുവരെ മഴയില്ല നബിയേ, മഴയില്ല എന്ന് ഹബീബിനോട് ശിക്കായത്ത് പറഞ്ഞിരുന്ന ആളുകൾ മഴ പെയ്യാൻ തുടങ്ങിയപ്പോ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി, ആ വെള്ളത്തിൽ മുങ്ങാതിരിക്കാൻ വേണ്ടി അവരുടെ കൂരകളിലേക്ക് ഓടിപ്പോകുന്നത് കണ്ടപ്പോ ളഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു. ഹബീബായ നബി ചിരിച്ചു, അവിടുത്തെ അണപ്പല്ലുകൾ കാണപ്പെടും വരെ നബി തങ്ങൾ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു. അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മഴ കിട്ടാതെ വരണ്ട് കിടക്കുന്ന നേരത്ത് മദീനയുടെ ആകാശലോകത്ത് മേഘങ്ങൾ എവിടുന്നോ പെട്ടെന്ന് ഒരുമിച്ച് കൂടുന്നതും മഴ പെയ്യുന്നതും സ്വഹാബിമാര് കണ്ടു, നബിതങ്ങൾ കണ്ടു. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി അള്ളാഹുവിനെ സാക്ഷി നിർത്തി അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അഷ്ഹദു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. വ അന്നി അബ്ദുല്ലാഹി വ റസൂലുഹു. ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഫലമ്മാ റആ സുർഅതഹും, ജനങ്ങൾ ധൃതി പിടിച്ച് ഓടുന്നത് കണ്ടപ്പോ, കാരണം സുർഅതഹും ഇലൽ ഖന്നി, ഖന്ന് എന്ന് പറഞ്ഞാൽ ചൂടും തണുപ്പും ഏൽക്കാതിരിക്കാൻ ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന സ്ഥലം, കൊച്ചു വീടുകള്, കൂരകൾ എന്നാണ്. എന്തിനാ നബി തങ്ങൾ ഇവിടെ ചിരിച്ചത്? കാന ളഹിഖുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഅജ്ജുബൻ മിൻ ത്വലബിഹിമുൽ മത്വറ ഇൽതിറാറാ. എന്തിന് നബി ചിരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ ഉമ്മത്തിന്റെ മേൽ, അഹ്ലുസുന്നയുടെ മേൽ ബിദ്അത്ത് ആരോപിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്. ഇമാം ത്വയ്ബി റഹിമഹുല്ലാ എന്തിന് നബി തങ്ങൾ ചിരിച്ചു എന്നതിന് കാരണം പറഞ്ഞു. എന്താ കാരണം? കാന ളഹിഖുഹു തഅജ്ജുബൻ മിൻ ത്വലബിഹിമുൽ മത്വറ ഇൽതിറാറാ. നബി തങ്ങളോട് ഗതികെട്ട നേരം അവർ ഹബീബിനോട് വന്ന് മഴ വേണമെന്ന് ത്വലബ് ചെയ്തു. ഹബീബായ നബി തങ്ങളോട് മഴ വേണം നബിയെ ഞങ്ങൾക്ക് എന്ന് ഹബീബിനോട് വന്ന് പരാതിപ്പെട്ടു. ثم طلبهم الكن عنه فرارا. അങ്ങനെ നബിയോട് ഗത്യന്തരമില്ലാതെ ഹബീബിനോട് ശുപാർശ ചെയ്യാൻ വന്നവർ ഹബീബിനോട് ശിക്കായത്ത് ചെയ്യാൻ വരികയും എന്നിട്ട് അവര് തന്നെ മഴ കിട്ടിയിട്ട് വീടുകളിലേക്ക് ഓടുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഹബീബായ നബി അത്ഭുതപ്പെട്ട് ചിരിച്ചതാണ്. വമിൻ അദീമി ഖുദ്റത്തില്ലാഹി വഇൽഹാരി ഖുർബത്തി റസൂലിഹി വസുദ്ഖി. ഹബീബായ നബി തങ്ങളുടെ സത്യസന്ധതയും അവിടുന്ന് അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് എന്നറിയിക്കാൻ വേണ്ടി അല്ലാഹു ആ ദുആഇന് ഉത്തരം കൊടുത്തത് കാരണവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇർതകബത്ത് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിനെ തക്ഫീർ കൊണ്ടോ ഷിർക്ക് കൊണ്ടോ ബിദ്അത്ത് കൊണ്ടോ ചാപ്പയടിക്കരുത്. കാര്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിഷയമേ ഉള്ളൂ അത്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ ഇതുപോലെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഖാലൽ ഐനി റഹിമഹുല്ലാ, ഹദീസ് വ്യാഖ്യാനം ചെയ്ത ആളാണ് ഇമാം ഐനി. വളഹിഖുഹു അലൈഹിസ്സലാം, പുണ്യനബി തങ്ങൾ ചിരിച്ചത് തഅജ്ജുബൻ മിൻഹും ഹീനഷ്തകൗ അവലൻ ബിഅദമിൽ മത്വരി. മഴ കിട്ടാതെ വന്നപ്പോ ആദ്യമേ അവരെ നബി തങ്ങളോട് പരാതി പറഞ്ഞവരാണ്. ഫലമ്മാ സുഖൂ, മഴ കിട്ടിയപ്പോൾ ഹറബു, അവർ ഓടുകയാണ് ഉണ്ടായത് അവരുടെ വീടുകളിലേക്ക്. ആദ്യമേ മഴ കിട്ടാതെ വന്നപ്പോ നബി തങ്ങളോട് അവർ പരാതി പറഞ്ഞില്ലേ? ഹീനഷ്തകൗ ലേക അഷ്കൂ ഫീഹിയ. എന്ത് ചെയ്യും? സ്നേഹം നഷ്ടപ്പെട്ടാൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. കൽബിന് മഹബത്ത് ഇല്ലായ്മ ചെയ്തു വിട്ടുപോയാൽ അവർക്ക് ഇതിൻ്റെ മധുരമറിയുന്ന അപ്പം അങ്ങനെ തോന്നുന്നൊക്കെ പറഞ്ഞു വിടാണ്, എന്നിട്ട് ക്ലിപ്പുണ്ടാക്കി വിടാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ ചില വിഷയങ്ങളിൽ, കൗതുകമുള്ള വിഷയങ്ങളിൽ ഹബീബ് ഇടപെട്ടിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നുറുങ്ങുകൾ, ചില തമാശകൾ. അബുൽ ഹസൻ മൗല ഉമ്മി ഖൈസ് ബിൻത് മിഹ്സൻ, ഉമ്മി ഖൈസ് റളിയല്ലാഹു അൻഹാ, ഉമ്മു ഖൈസ് ബീവി റളിയല്ലാഹു അൻഹാ, അതായത് ഉകാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി. ഉകാശത്ത് ബിൻ മിഹ്സൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയാണ് ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹാ. അവർ പറയുന്നു, തൂഫിയ ഇബ്നി, എൻ്റെ മകൻ എനിക്ക് നഷ്ടമായി, എൻ്റെ മകൻ മരിച്ചുപോയി. ഫജസിഅതു അലൈഹി, എൻ്റെ മകൻ്റെ മരണത്തിൽ എനിക്ക് വല്ലാതെ വേദനയായി.
ഫഖുൽതു ലില്ലദീ യുഗസ്സിലുഹു, എൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കുന്ന ആളോട് ഞാൻ പറഞ്ഞു, ലാ തുഗസ്സിൽ ഇബ്നീ ബിൽ മാഇൽ ബാരിദി ഫതഖ്തുലഹു, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, എൻ്റെ കുട്ടി മരിച്ചു പോകും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു പോയി. കുട്ടി മരിച്ചിട്ടുണ്ട്, മരിച്ച കുട്ടിനെയാണ് കുളിപ്പിക്കണത്. അപ്പോൾ ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ ആ വെപ്രാളത്തിൽ ബേജാറിൽ എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, എൻ്റെ കുട്ടി മരിച്ചു പോകുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഉകാശത്ത് ബിനു മുഹ്സൻ റളിയല്ലാഹു അൻഹു ആങ്ങള സ്വന്തം സഹോദരൻ ഹബീബ നബിയോട് ചെന്ന് പറഞ്ഞു, നബിയെ എൻ്റെ പെങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടിനെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, മരിച്ച കുട്ടിനെ കുളിപ്പിക്കാണ്ടത്. അപ്പോൾ പറഞ്ഞു, എൻ്റെ കുട്ടിയെ തണുത്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കല്ലേ, കുട്ടി മരിച്ചു പോകും കേട്ടോ എന്ന്. ഇത് നബി തങ്ങളോട് ഉകാശത്ത് ബിനു മുഹ്സൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ ഫതബസ്സമ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ ഖാലത് ത്വാല ഉംറുഹാ, എന്താണ് ഉമ്മു ഖൈസ പറഞ്ഞത്, അവർക്ക് അല്ലാഹു ആയുസ് നൽകട്ടെ. അതിൽ ഉമ്മു ഖൈസ് രക്ഷപ്പെട്ടു, തങ്ങളുടെ ഒരു പ്രാർത്ഥന അങ്ങോട്ട് കിട്ടി, ഉമ്മു ഖൈസ് രക്ഷപ്പെട്ടു. ഫലാ നഅലമു ഇംറഅതൻ ഉമ്മിറത്, ഇത്രത്തോളം ആയുസ്സുണ്ടായിരുന്ന ഒരു പെണ്ണ് സ്വഹാബിയത്തുകളിൽ ഉണ്ടായിട്ടില്ലെന്നാണ് ചരിത്രം. 120 കൂടുതൽ കൊല്ലം ആ മഹദി ജീവിച്ചിട്ടുണ്ടെന്നാണ് ഉമ്മു ഖൈസ് റളിയല്ലാഹു അൻഹ. ഒറ്റ ദുആ നബിയുടെ, മാ ഖാലത്, എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ത്വാല ഉംറുഹാ, അവരുടെ ആയുസ് അല്ലാഹു നീട്ടിക്കൊടുക്കട്ടെ. അത്രയും ആയുസ് ആ ഒരൊറ്റ ദുആ കൊണ്ട് കിട്ടി. എന്താണാ പറഞ്ഞത്, എൻ്റെ കുട്ടി മരിച്ചു പോകുന്നോ, കുട്ടി മരിച്ച കുട്ടിയല്ലേ, ആ കുട്ടിക്ക് ഇനി ചൂടും തണുപ്പായിട്ട് ഇനി മരണം വരാനില്ലല്ലോ, ഒരു മരണമല്ലേ സംഭവിക്കുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയുടെ വാക്കിൻ്റെ കൗതുകം കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം ഇതൊക്കെ രേഖപ്പെടുത്തുകയാണ്. എവിടെയാണ് അവിടുന്ന് ചിരിച്ചത്, എവിടെയാണെന്നും അവിടുന്ന് മൗനിയായത്, എവിടെയാണ് അവിടുന്ന് സങ്കടപ്പെട്ടത്, എവിടെയാണ് ഹബീബാ നബി തങ്ങൾ കരഞ്ഞത്, എല്ലാം രേഖപ്പെട്ട് കിടക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്തേക്ക് അല്ലാഹു ആടുമാട് ഒട്ടകങ്ങളെ വിചാരണക്ക് കൊണ്ടുവരുന്ന ചരിത്രം പറയുന്നുണ്ട്, സംഭവം പറയുന്നുണ്ട്. അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ജാലിസൻ, ഹബീബായ നബി തങ്ങൾ ഇരിക്കുകയായിരുന്നു. വശാതാനി തഖ്തരിനാൻ, 2 ആടുകൾ അവിടെ, 2 ആടുകളില്ല, ആട് വന്നിട്ട് ഇങ്ങനെ കുത്തുകൂടുകയാണ്. ഫനതഹത് ഇഹ്ദാഹുമൽ നുഖറാ ഫഅജ്ഹലതുഹാ, അതിൽ ഒരു ആട് തൻ്റെ മറ്റേ ആടിനെ കൊമ്പുകൊണ്ട് കുത്തി വീഴ്ത്തുകയുണ്ടായി. ഫളഹിക റസൂലുള്ളാഹ്, ഹബീബാ നബി കണ്ട് ചിരിച്ചപ്പോ സ്വഹാബികൾ ചോദിച്ചു, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, ഹബീബ് ചിരിച്ചത് ഒരാടിന് കുത്തുകൊണ്ടത് കണ്ടുകൊണ്ടല്ല, എന്തിന് ചിരിച്ചു എന്നതാണ് അത്ഭുതം. സ്വഹാബിമാര് ചോദിച്ചു, മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ അങ്ങ് ചിരിച്ചത്? ഖാല അജിബ്തു ലഹാ, ആ കുത്തിയ ആടിനെ ഓർത്ത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. വല്ലദീ നഫ്സി ബിയദി ലയുഖാദന്ന ലഹാ യൗമൽ ഖിയാമ, കുത്തുകൊണ്ട ആടിന്, ഈ കുത്തിയ ആടിൽ നിന്ന് അല്ലാഹു നാളെ പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ കാണുമ്പോൾ അത് ഓർത്തുകൊണ്ട് ചിരിക്കുകയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പറയുമായിരുന്നു, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ, നിങ്ങൾ ഓരോരുത്തരും ഇടപാടുകൾ നാളെ പരലോകത്ത് വെച്ചെങ്കിലും തീർക്കേണ്ടി വരും, ഇടപാടുകൾ തീർക്കേണ്ടി വരും. ഹത്താ യുഖാദ ലിശ്ശാത്തിൽ ജൽഹാ മിനശ്ശാത്തിൽ ഖർനാ, ഖർന എന്ന് പറഞ്ഞാൽ കൊമ്പുള്ള ആട്, ജൽഹ എന്ന് പറഞ്ഞാൽ കൊമ്പില്ലാത്ത ആട്. കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് ദുന്യാവിൽ കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊമ്പുള്ള ഉണ്ടായിരുന്ന ആടിൻ്റെ കൊമ്പെടുത്ത് ഇല്ലാത്തതിന് കൊടുത്ത് അതിന് ഖിസാസ് ചെയ്യാൻ, പ്രതികാരം ചെയ്യാൻ അല്ലാഹു അവസരം കൊടുക്കുകയും പിന്നെ അവരോട് കൂനൂ തുറാബാ, മണ്ണായി മാറിക്കോളൂ എന്നവരോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖിയാമത്ത് നാളിൽ ജന്തുക്കളെ വരെ അല്ലാഹു നാളെ പുനർജന്മം നൽകുന്നുണ്ട്. അവരെ, മനുഷ്യരെ അല്ലാഹു തആല നാളെ പുനർജന്മം നൽകുന്ന പോലെ ജന്തുക്കൾക്കും അത് നൽകുന്നുണ്ട്. എന്നാൽ
അവരുടെ വിചാരണ കഴിഞ്ഞാൽ കൂനൂ തുറാബാ, മണ്ണായി മാറിക്കോളൂ എന്നാണ് അല്ലാഹു പറയുന്നത്. വഇദൽ വുഹൂഷു ഹുശിറത്. അല്ലാഹു അന്ത്യനാളിൻ്റെ ഭയാനകതയിൽ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി തങ്ങളുടെ ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. ഏതൊരു സ്വഹാബിക്കാണോ കടം വീടാനുള്ള ദുആ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് ആ സ്വഹാബിയാണിത്. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. കടം കൊണ്ട് കുടുങ്ങിയ നേരം അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിലിരിക്കുമ്പോഴല്ലേ നബി തങ്ങൾ ചോദിച്ചത്, അബൂ ഉമാമ എന്താണ് ഈ നേരത്ത്, നിസ്കാരം നടക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, എന്തേ നിങ്ങൾ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്? ദുയൂനി വഹുമൂമി ലസിമത്നി യാ റസൂലല്ലാഹ്. നബിയെ ഒരുപാട് സങ്കടമുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട് നബിയെ, അതുകൊണ്ടാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, ഞാൻ അവസാനിപ്പിക്കുകയാണ്, 10 മിനിറ്റ് ഉള്ളൂ, അതോടെ നിർത്തും ഇൻഷാ അല്ലാഹ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, നബിയെ സങ്കടമാണ്, കടമുണ്ട്, ദുഃഖങ്ങളുണ്ട് നബിയെ, പുറത്തിറങ്ങാൻ വയ്യ. അപ്പോഴാണ് അലാ ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പറഞ്ഞു തരാം. രാവിലെയും വൈകുന്നേരവും സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയത്തും മഗ്രിബിൻ്റെ നേരത്തും നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ കഫല്ലാഹു അൻക ദൈനക്, അല്ലാഹു നിങ്ങളുടെ കടം വീട്ടിത്തരും. വഅദ്ഹബ ഹമ്മക്, നിങ്ങളുടെ സങ്കടം അല്ലാഹു ഇല്ലായ്മ ചെയ്യും എന്ന് പറഞ്ഞ് ഔ കമാ ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുൽ നിങ്ങൾ പറയണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരിർ റിജാൽ മിൻ ഗലബത്തിദ് ദൈനി വഖഹരിർ റിജാൽ. അല്ലാഹുവേ കടങ്ങൾ കുമിഞ്ഞുകൂടുന്നതും ജനങ്ങൾ പിടികൂടുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചൊല്ലാൻ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും എൻ്റെ കടമല്ലാഹു ഞാൻ അറിയാത്ത വഴിയിലൂടെ വീട്ടിത്തന്നു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളാണ് പറയുന്നത്. ദഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ചിരിച്ചു. ഒന്നുമില്ലായിരുന്നു, തങ്ങളിങ്ങനെ ചിരിച്ചപ്പോ ലോകത്തിൻ്റെ ഗുരുവാണ്, റസൂലാണ് ഹബീബായ നബി തങ്ങൾ. അവർ ചിരിക്കുന്നത് വഹയാണ്, സംസാരിക്കുന്നത് വഹയാണ്, ചിന്തിക്കുന്നത് വഹയാണ്, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ്. മാ യുദ്ഹികുക യാ റസൂലല്ലാഹ്, പുണ്യ നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചു. അജ്ബതു മിൻ ഖൗമിൻ യുഖാദൂന ഫിസ്സലാസിൽ ഇലൽ ജന്ന, ഞാൻ ചിരിക്കാൻ കാരണം ചില ആളുകളെ കൈകളിൽ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ചങ്ങലയാൽ സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. അങ്ങനുണ്ടോ? ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് നരകത്ത് കൊണ്ടുപോകുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ചങ്ങലയിലായി സ്വർഗത്തിലേക്ക് വരുന്ന ആളുകളുണ്ട്. ഞാൻ അവരെയോർത്ത് ചിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്ബതു മിൻ ഖൗമിൻ, മഹാനായ അബൂ തുഫൈൽ റളിയല്ലാഹു അൻഹു ഖാൽ ലഹിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ സംഭവം നബി തങ്ങളുടെ അടുത്ത് നിന്ന് കേട്ട സ്വഹാബിയാണ് അബൂ തുഫൈൽ തങ്ങൾ. ഒരു ദിവസം നബി തങ്ങൾ ചിരിച്ചു. തുമ്മ ഖാല, എന്നിട്ട് നബി തങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, അലാ തസ്അലൂനി മിമ്മ ലഹിക്തു, ഞാൻ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് നിങ്ങൾ എന്താ എന്നോട് ചോദിക്കാത്തത്? ഖാലൂ യാ റസൂലല്ലാഹി മിമ്മ ലഹിക്ത്, ഞങ്ങൾ ചോദിച്ചു നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തു നാസൻ യുസാഖൂന ഇലൽ ജന്നതി ഫിസ്സലാസിൽ, ചങ്ങലകളിലായി സ്വർഗത്തിലേക്ക് വരുന്ന ചില ആളുകളെ ഓർത്ത് ഞാൻ ചിരിക്കുകയാണ്. ചങ്ങലകളിലായി സ്വർഗത്തിലേക്ക്. ഖുൽനാ യാ റസൂലല്ലാഹി മൻഹും, ആരാണവർ നബിയെ, ആരാണവർ? ഖാല ഖൗമും മിനൽ അജം, അറബി സംസാരിക്കാത്ത ചില ആളുകളാണവർ, അറബി സംസാരിക്കാത്തവർ. യസ്ബീഹുമുൽ മുഹാജിറൂൻ ഫയുദ്ഖിലൂനഹുമുൽ ഇസ്ലാം, യുദ്ധങ്ങൾ നടക്കുമ്പോൾ യുദ്ധത്തിലെ തടവുകാരായി പിടിക്കപ്പെടുന്ന ചില ആളുകൾ, യുദ്ധത്തടവുകാരായി, വാർ ക്യാപ്റ്റീവ്സ്, വാർ പ്രിസണേഴ്സ്, യുദ്ധത്തിൻ്റെ തടവുകാരായി, ചിറപ്പുള്ളികളായി പിടിക്കപ്പെടുന്ന ആളുകളെ ചങ്ങലയിലായിട്ടാണ് കൊണ്ടുവരിക. സ്വഹാബിമാർ
അവര് അഭിമുഖീകരിച്ച യുദ്ധങ്ങളിൽ ശത്രുപക്ഷം തോൽക്കുമ്പോൾ അവരിൽ തോറ്റോടുന്ന ആളുകളെ അടിമകളായി പിടിക്കപ്പെടും. മുസ്ലിമീങ്ങൾ തോറ്റാൽ ശത്രുക്കൾ അവരെ പിടിക്കും അടിമകളായിട്ട്. അത് യുദ്ധത്തിന്റെ നിയമമാണ്. എന്നാൽ